ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിംതാസ് വേൾഡ്. ഇന്നൊരു അടിപൊളിയായ ഒരു വ്ളോഗാണ്. നമ്മുടെ സ്വപ്നനഗരിൽ നടന്ന അണ്ടർ വാട്ടർ അക്വേറിയം ടണൽ ഫെസ്റ്റാണ്. നല്ല രസമുണ്ടായിരുന്നു. എൻട്രൻസ് ഫീ 120 റുപ്പീസാണ് പെർ ഹെഡ്. നമ്മൾ ആദ്യം വിചാരിച്ച് അതൊക്കെ കുറച്ച് കൂടുതലാണല്ലോ എന്ന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ആ 120 റുപ്പീസിന് മാത്രം നമുക്ക് എന്തുണ്ടാകും, കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ കയറിയപ്പോൾ ഇങ്ങനെ ഒരുപാട് ബേർഡ്സാണ്. നല്ല രസമുണ്ടായിരുന്നു. പലതരം ബേർഡ്സ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ആ ഒരു സെറ്റ് കാണാൻ തന്നെ. പിന്നെ ബേർഡ്സിൻ്റെ കൗണ്ടർ കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ഭയങ്കര റഷ്, അവിടെ ക്യൂ. പിന്നെ പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് അങ്ങനെ ക്യൂ ആയതാണോ എന്താണെന്നറിയില്ലല്ലോ. തീരെ മൂവ് ചെയ്യുന്നില്ല. ഒരു 5 മിനിറ്റോളം ഞങ്ങൾ നിന്നാണ്. പിന്നെ ഒന്നിങ്ങ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ക്യൂ നിൽക്കുന്നതിനൊക്കെ ഒരു കാര്യമുണ്ട്. വെറൈറ്റീസായി ഒരുപാട് ജീവികളുടെ ഫോട്ടോസാണുള്ളത്. ഷുഗർ ഗ്ലൈഡർ, അങ്ങനത്തെ ഒരുപാട് ജീവികളുടെ ഒരു ഫോട്ടോസൊക്കെ ഉള്ളത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനെ പതിയെ പോകുന്നത് കൊണ്ടേ സ്ലോ ആയത്, അതോ റഷ് പോലെ ആയത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ടോയ് ആണോന്ന്. ടോയ് എന്നല്ല, ഇത് റിയൽ തന്നെയാണ്. എന്നാലും ഒരു മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തവരെനിക്ക് തോന്നിപ്പോവും. അത്രയ്ക്ക് റിയലായി അമ്യൂസ്മെൻ്റായ കാഴ്ചകൾ തന്നെയാണുള്ളത്. നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് കാഴ്ചകൾ അവിടെ അന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഓരോ വീഡിയോസ് എടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് നെയിമും അതിൻ്റെ ഒരു പോസ്റ്റർ എടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നീട് പറഞ്ഞു കൊടുക്കാനും വേണമല്ലോ, നമുക്കത് മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ട് പോസ്റ്റർ എടുക്കാണ് എടുത്തത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് അവിടുത്തെ സ്റ്റാഫൊക്കെ വന്നിട്ട് വെള്ളവും പിന്നെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഓരോ ഇനക്കുരുവികൾ ഇരിക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായ ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു. ഇത് പിന്നെ ബംഗാൾ കാറ്റ്. ഞങ്ങൾ ഒരുപാട് വീഡിയോസിലാണ് കണ്ടിട്ടല്ലാതെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ബംഗാൾ കാറ്റ്. ആളെങ്ങനെ വിളിച്ചതൊന്നും തിരിഞ്ഞു നോക്കണമെന്നില്ല. എന്നാലും അടിപൊളിയായിരുന്നു വീഡിയോസൊക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫിഷുകളുടെ മായാലോകമാണ്. നല്ല ഭംഗിയുള്ള ഫിഷുകളാണ്. അവിടെ നല്ല സോങ്ങൊക്കെ വെച്ചുകൊണ്ടായിരുന്നു. ബേബിക്ക് നല്ല എന്തോ ഒരു അതിശയം പോലെയാണ്. അങ്ങനെ അവളിങ്ങനെ ഓടിക്കളിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് എല്ലാവരും കുറച്ച് മുന്നോട്ട് പോയതുകൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് മായാ കാഴ്ചകൾ തന്നെയാണ്. നമ്മളുടെ അണ്ടർ വാട്ടർ അക്വേറിയം സ്റ്റാർട്ട് ചെയ്യാണ്. ഇത്
ഒരുപാട് ഫിഷുകൾ, മായാലോകം തന്നെയാണ്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം. അതൊരു വണ്ടർഫുൾ വ്യൂ തന്നെയാണ്. എത്തിയപ്പോൾ ഒരു ഭയങ്കര അതിശയമായ ഒരു കാഴ്ച കണ്ടു. ഇത് നമ്മൾ എല്ലാവരും ക്യാമറ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫിഷ് ഇങ്ങനെ നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് ആ പോസ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് പോകാൻ താഴോട്ട് വരാം, ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതൊക്കെ. നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും പോയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ തന്നെയായിരുന്നു അതൊക്കെ. പിന്നെ സ്ക്യൂബ ഡ്രൈവ് പോലെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു സ്പോട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൈയൊക്കെ കൊടുക്കുന്നുണ്ട് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര റഷ്, എന്താണെന്ന് അറിയുന്നത്, എല്ലാവരും ക്യാമറയും പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിലാവുന്നില്ല, ഒരുപാട് റഷായതുകൊണ്ട് അവിടെ പോകാനും സാധിക്കുന്നില്ല. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ എത്തി എപ്പോഴാണ് കാഴ്ചകൾ കാണുന്നത്. ഒരു മത്സ്യക്കന്യകയായിരുന്നു. അതിനെ പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ക്യാമറയിൽ നിൽക്കുന്നത്. ഒരുപാട് റഷായി വന്നത്. 2 മത്സ്യകന്യക ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ പറയുന്ന പൊസിഷനെല്ലാം നമുക്ക് അവിടുന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. കൈ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറഞ്ഞു, അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത്, ഒന്ന് സ്വിം ചെയ്യാൻ പറഞ്ഞു, നല്ലോണം സ്വിം ചെയ്ത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല ഫ്രണ്ട്ലി ആയ ഒരു മത്സ്യകന്യക തന്നെയായിരുന്നു.
വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ 120 റുപ്പീസ് എൻട്രൻസ് ഫീ എടുത്ത് അകത്ത് കയറി നമുക്ക് ഒരിക്കലും നഷ്ടമാവില്ല. അത്രയ്ക്ക് അമ്യൂസ്മെൻറ്റുമായ നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ് ഉള്ളത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.